കെട്ടും കെട്ട് ആരെ കാണാൻ സ്വാമിയെ കണ്ടാൽ സാവിയെ അയ്യപ്പോ. അങ്ങനെ 41 ദിവസത്തെ അയ്യപ്പനെ കാണാനുള്ള വ്രതശുദ്ധിയുടെ അവസാന ഘട്ടത്തിലേക്കാണ്. നാളെയാണ് ഞങ്ങൾ 17 അംഗങ്ങൾ ശബരിമലയിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. അതിനുള്ള ഒരുക്കപ്പാടുകളാണ്. അയ്യപ്പോ സ്വാമിക്ക് 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 അയ്യപ്പോ സ്വാമിയെ ഈശ്വരനെ അയ്യപ്പ സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും അയ്യപ്പോ. സന്നിധാനത്തേക്കുള്ള യാത്രാമധ്യേ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വഴിയെ അരികിലുള്ള ഒരു അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോവാം. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു. ഒന്നും പറയാനില്ല. ചോറ്, പപ്പടം, അച്ചാറ്, ഉപ്പേരി എല്ലാ തരം ഉണ്ട്. അല്ലെങ്കിൽ ഈ ശബരിമലക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ വയറിന് ഒന്നിനും പ്രശ്നം വരില്ല. അപ്പം എന്നാൽ വഴിയെ കാണാം. ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ക്ഷേത്ര ദർശനമാണ്. ഗുരുവായൂരിന്ന് ദർശനം കിട്ടിയിട്ടില്ല. ദർശനത്തിന് സമയം ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ ഒരു ചായ കുടിക്കേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ എത്തിയത് തൃശ്ശൂർ ജില്ലയിലെ 4 അമ്പലങ്ങളിൽപ്പെട്ട പുരാതനമായിട്ടുള്ള ശ്രീരാമക്ഷേത്രമാണിത്. തൃപ്പലയ ശ്രീരാമ ക്ഷേത്രമാണ്.
ശബരിമല ദർശനത്തിൻ്റെ 2ാം ദിവസമാണ്. ഇന്നലെ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്തൊരു റൂം എടുത്തതാണ്. കാരണം നമ്മുടെ കൂടെ 17 ആൾക്കാരിൽ അമ്മമാരുണ്ട്, ചെറിയ മക്കളുണ്ട്. അപ്പോൾ എല്ലാവർക്കും രാവിലെ ഒന്ന് ബാത്റൂം പോകാനും പിന്നെ ഒന്ന് കുളിച്ച് വൃത്തിയാകാനൊക്കെ ഒരു റൂം എന്തായാലും വേണ്ടതുകൊണ്ട് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടി. ഇപ്പോൾ രാവിലെ 4:50 ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇനി ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ദർശനത്തിന് പോകണം. അതിനുശേഷം വീണ്ടും ശബരിമലയ്ക്കുള്ള യാത്ര തിരിക്കും. എവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്? ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ടെമ്പിൾ വ്യൂ. ഇവിടെ കുറേ റൂംസ് ഉണ്ട്. പിന്നെ നമുക്കൊരു വീട് പോലെ 1 BHK റൂം, അങ്ങനെ ആ രീതിയിലുള്ള റൂമും ഉണ്ട്. നല്ല റൂമൊക്കെ ആയിരുന്നു, നല്ല ബാത്റൂം കാര്യമൊക്കെ ആയിരുന്നു. ചെറിയൊരു തണുപ്പുണ്ട്. അമ്മമാരും മക്കളൊക്കെ നേരത്തെ പോയി. ഞങ്ങൾ 3 സ്വാമികൾ ഇപ്പോഴാണ് പോകുന്നത്. നമ്മുടെ ശബരിമല യാത്രയിലെ 64 പ്രധാന ഇടത്താവളമായിട്ടുള്ള വൈക്കം മഹാശിവക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട വൈക്കം സത്യാഗ്രഹം നടന്നത് ഈ മഹാദേവൻ്റെ മണ്ണിലാണ്. കേരളത്തിൽ തന്നെയുള്ള മഹാശിവക്ഷേത്രങ്ങളിലെ പുരാതനമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രമാണ് വൈക്കം മഹാശിവക്ഷേത്രം. അതുപോലെ തന്നെ നാളെ ഇവിടെ അഷ്ടമിയാണ്. അതിൻ്റേതായ നല്ല തിരക്കും ഇവിടെ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ. അങ്ങനെ ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. പമ്പയിൽ നിന്ന് കൂട്ടം പുറകിലുണ്ട്. പമ്പയിൽ നിന്നുള്ള യാത്ര ഇപ്പോൾ തുടങ്ങി. ഇനി ഒരു 7:30-8 മണിയാകുമ്പോൾ അവിടെ എത്തും. കെട്ടും കെട്ടി ശബരിമലയ്ക്ക്, കെട്ടും കെട്ടി ശബരിമലയ്ക്ക്, നമ്മുടെ യാത്ര ശബരിമലയ്ക്ക്, നമ്മുടെ യാത്ര ശബരിമലയ്ക്ക്. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമി തിന്തകത്തോം തോ അയ്യപ്പ തിന്തകത്തോം തോ, സ്വാമി തിന്തകത്തോം തോ അയ്യപ്പ തിന്തകത്തോം തോ, അയ്യപ്പ തിന്തകത്തോം തോ സ്വാമി തിന്തകത്തോം തോ. ഞങ്ങളെല്ലാവരും ഒന്ന് കയറുന്നതിൻ്റെ ഇടയ്ക്ക് നീലിമല കഴിഞ്ഞു. ഇപ്പം അപ്പാച്ചിമേട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളമ്മമാരും എല്ലാവരും ഉള്ളതുകൊണ്ട് വിശ്രമിച്ചാണ് പോകുന്നത്. ഇനി അപ്പാച്ചിമേടിൻ്റെ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പാച്ചിമേടിൻ്റെ ടോപ്പ് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 2.5 കിലോമീറ്റർ സന്നിധാനത്തേക്ക്, 2.5-3 കിലോമീറ്റർ മാക്സിമം. അപ്പോൾ ഇനി ബാക്കി സന്നിധാനത്താണ്. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നമ്മളിതാ മരക്കൂട്ടത്തിനടുത്ത് പോവുകയാണ്.
നല്ല ഭക്തജന തിരക്കാണ് ശബരിമലയിൽ. അങ്ങനെ നമ്മൾ മരക്കൂട്ടം കഴിഞ്ഞ് വലിയ നടപ്പന്തലിൻ്റെ അടുത്തെത്തിനാണ് ചെത്തനായിരിക്കുന്നത്. ഇനി അയ്യപ്പൻ്റെ സന്നിധാനത്തിൻ്റെ അടുത്തെത്താൻ ഇനി കുറച്ച് സമയം കൂടിയും. സ്വാമി ശരണം അയ്യപ്പ. പുണ്യനദിയായ പമ്പാ നദിയിൽ ഉപയോഗിക്കുക. അയ്യപ്പ. ഇങ്ങോട്ട്